നല്ല പകലിനായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത സാന്നിധ്യം നമ്മുടെ നടുവിൽ ഉലാവുന്നത് കൊണ്ട് ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുകയാണ്. വായിച്ച വചനം ഒരിക്കൽ കൂടെ വായിക്കാമോ? സങ്കീർത്തനങ്ങളുടെ പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: ദേശങ്ങളിൽ നിന്ന് കൂടിച്ചേരുകയും ചെയ്തവരായ അവൻ്റെ വിമുക്തന്മാർ അങ്ങനെ പറയട്ടെ. ശാന്തമായി ദൈവസന്നിധിയിൽ ആ പദത്തിൽ നിന്ന് വ്യത്യസ്തമായൊരു ചിന്ത നമുക്ക് സ്വീകരിച്ച് ഈ പകൽക്കാലം പ്രാർത്ഥനയോടെ മുടക്കാം. പ്രിയരെ, 107-ാം സങ്കീർത്തനം വ്യത്യസ്തമായി നിൽക്കുന്ന ഒരു സങ്കീർത്തനമാണ്. ഇസ്രായേലിൻ്റെ ചരിത്ര പശ്ചാത്തലവുമായുള്ള ബന്ധത്തിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ചരിത്രം നിറഞ്ഞു നിൽക്കുന്ന ഒരു അധ്യായമാണ്. 107-ന്റെ തലക്കെട്ട് വേദപണ്ഡിതാക്കൾ ഇങ്ങനെ പറയുന്നു: ബഹുവിധ കഷ്ടത്തിൽ നിന്ന് ദൈവം അവരെ വിടുവിക്കുന്ന വിടുതലിൻ്റെ ഒരു ആരാധനയാണ്. ഒന്നല്ല, ബഹുവിധ കഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കുന്ന, കഷ്ടതകളുടെ നടുവിൽ വിടുവിക്കുന്നൊരു ദൈവത്തെ വരച്ചു കാണിക്കുന്ന ഒരു അധ്യായമാണ് 107-ാം സങ്കീർത്തനം. ഇവിടെ ജനം പാടുകയാണ്: യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. 4-ാം വാക്യം ഇങ്ങനെ പറയുന്നു: അവർ മരുഭൂമിയിൽ ജനസഞ്ചാരമില്ലാത്ത വഴികളിൽ ഉഴന്നു നടന്നു, പാർക്കുവാൻ ഒരു പട്ടണം അവർ കണ്ടെത്തിയില്ല. ഇതൊക്കെയും ഒരു ജനത്തിൻ്റെ മിശ്രൈമായിട്ടുള്ള അല്ലെങ്കിൽ അടിമ വീടായ മിശ്രൈമിൽ നിന്ന് ഇറങ്ങിത്തിരിച്ച ജനത്തിൻ്റെ ആധികാരികമായ ആവശ്യങ്ങളാണ്. അവർ മരുഭൂമിയിൽ സഞ്ചരിച്ചു, വഴിയില്ലാത്തടത്ത് സഞ്ചരിക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതീക്ഷയ്ക്കൊരു വഴിയുമില്ല, സാധ്യതകളെല്ലാം മങ്ങി, നാളെ എന്തെന്നറിയാൻ കഴിയാത്ത ജീവിതത്തിൻ്റെ സാഹചര്യത്തിനകത്ത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഭക്തന്മാരെക്കുറിച്ച് ദൈവാത്മാവിൽ പറയുന്നു. ആമേൻ. അവർ അങ്ങനെ പറയട്ടെ. എങ്ങനെ പറയണം? അവർ വിശ്വാസം പറയട്ടെ. ആമേൻ. ഈ പകൽക്കാലം ദൈവജനത്തെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ കാതലായ മർമ്മമെന്ന് പറയുന്നത്, കാതലായ സത്യമെന്ന് പറയുന്നത്, ദൈവജനം വിശ്വാസം പറയുക എന്നതാണ്. വിശ്വാസം പറയുക എന്നതാണ്. എല്ലാ സാഹചര്യവും നമുക്ക് അനുകൂലമായിരിക്കില്ല, എല്ലാ സാഹചര്യങ്ങളും നമുക്ക് അനുകൂലത നൽകുന്നതായിരിക്കത്തില്ല. എല്ലാ സാഹചര്യങ്ങൾക്കും നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിനകത്ത് സന്തോഷമോ ദൈവസാന്നിധ്യമോ ഒക്കെ അനുഭവിക്കാൻ കഴിയുന്ന സാഹചര്യങ്ങളായിരിക്കില്ല. പക്ഷേ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾക്കകത്ത് ഇതൊന്നും കാണാൻ കഴിയാതെ, ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലാതെ, നാം വായിച്ചതുപോലെ ജനസഞ്ചാരമില്ലാത്ത വഴികളിലൂടെയൊക്കെയും നടക്കുന്ന ഒരു ജനത്തോട് പറയുകയാണ്: നിങ്ങൾ അങ്ങനെ പറയണം. എങ്ങനെ പറയണം? യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. അർത്ഥം ഇത്രയുള്ളൂ: ജീവിതത്തിൻ്റെ മേഖലകൾക്കകത്ത് വഴി വെളിപ്പെടുമ്പോൾ മാത്രമല്ല, നന്മകൾ ഉണ്ടാകുമ്പോൾ മാത്രമല്ല, അനുഗ്രഹങ്ങൾ കണ്ണിൻ്റെ മുൻപിൽ കാണാൻ കഴിയുമ്പോൾ മാത്രമല്ല, ജീവിതത്തിൻ്റെ മുൻപിൽ വിടുതലുകളും ശാശ്വതമായ അനുഗ്രഹങ്ങളും ഉണ്ടാകുമ്പോൾ മാത്രമല്ല, ജീവിതം മുഴുവനും പ്രതിസന്ധിയാകുമ്പോഴും ഒരു ക്രിസ്തു ഭക്തന്റെ ഏറ്റവും വലിയ ധർമ്മം എന്ന് പറയുന്നത് അവൻ വിശ്വാസം പറയുന്നവനായി മാറണം. അമ്മേ, ഇന്ന് പകൽക്കാലം ഈ ഹാളിനകത്തായിരിക്കുമ്പോൾ നമ്മുടെ ആലയത്തിനകത്ത്, നമ്മുടെ ജീവിതത്തിനകത്ത്, നമ്മുടെ ശുശ്രൂഷകൾക്കകത്തേക്ക് ഒത്തിരി ശൂന്യതകളുണ്ട്. ഒത്തിരി ശൂന്യതകൾക്കകത്ത് നിന്നും നാം വിശ്വാസം പറയുന്നവരാണെങ്കിൽ നമ്മുടെ ജീവിതം തകർന്നു പോകത്തില്ല. അമ്മ, സന്തോഷമുള്ളവർ കരമുയർത്തി ഒരു ഹല്ലേലൂയ പറയണം. നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ടു വരുന്ന ചില പ്രതിസന്ധികളെ നമുക്ക് ജയിക്കാൻ കഴിയാത്തത്, തരണം ചെയ്യാൻ കഴിയാത്തത്, അതിനെ ഓവർകം ചെയ്യാൻ കഴിയാത്തത്, അതിനകത്തൊരു വിടുതൽ പ്രാപിച്ചെടുക്കാൻ കഴിയാത്തത്, ജീവിതത്തിൻ്റെ മേഖലകൾക്കകത്തൊരു നന്മ കാണാൻ കഴിയാത്തത്, ചില പ്രതികൂലങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ നമ്മുടെ അപരത്തിനകത്ത് വിശ്വാസത്തിൻ്റെ വാക്കുകൾക്ക് പകരം ചില നെഗറ്റീവുകൾ വരാറുണ്ട്. ഒരിക്കൽ ഏലിയാവ് പറഞ്ഞു: കർത്താവേ, മതി, യഹോവേ മതി, എൻ്റെ പ്രാണനെ എടുക്കണമേ, എനിക്ക് മടുത്തു, എനിക്ക് മതി. പക്ഷെ ഇന്ന് പകൽക്കാലം ജീവിതത്തിൻ്റെ സാഹചര്യത്തിനകത്ത് ഏലിയാവിനെ കുറിച്ച് ദൈവം
ആഗ്രഹിച്ച പദ്ധതി ഒരു മരണം കൊണ്ട് ഈ ലോകത്തൊന്നും മാറ്റപ്പെടുക എന്നതല്ല, മരണം കാണാതെ ക്രിസ്തു ഭക്തനെ കൊണ്ടുപോകുക എന്നതാണ് ദൈവത്തിൻ്റെ പദ്ധതി. ഈ പകൽ നാം പോലും അറിയാതെ ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. നമ്മുടെ കുടുംബത്തെക്കുറിച്ച്, നമ്മുടെ തലമുറകളെക്കുറിച്ച്, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതികൾ വെളിപ്പെട്ടു വരേണ്ട ജീവിതത്തിൻ്റെ വഴിത്താരകൾക്കകത്ത് സഞ്ചരിക്കാൻ കഴിയാത്ത പാതകൾ വെളിപ്പെടുമ്പോഴോ അവിടെയും ദൈവസന്നിധിയിൽ വിശ്വാസം പറയുന്ന ഒരുവന് വേണ്ടി എൻ്റെ ദൈവം ഒരു പട്ടണം ഒരുക്കുന്നുണ്ട്, ഒരു ഗ്രഹം ദൈവം ഒരുക്കുന്നുണ്ട്, ഒരു ദേശം എൻ്റെ ദൈവം ഒരുക്കുന്നുണ്ട്. ഈ പകൽക്കാല സന്തോഷത്തോടെ പറ, ജനസഞ്ചാരമില്ലാത്ത പാതകളിലൂടെ ഞാൻ നടക്കേണ്ടി വന്നാലും ആ സങ്കീർത്തനത്തിൽ ഭക്തൻ പറയുന്നുണ്ട്, കാണാമേ എന്നെ ദൈവം കാണിപ്പാനിരിക്കുന്നൊരു പട്ടണത്തിലേക്ക് എന്നെ കൊണ്ടുപോയി ചെല്ലും ഒരു മല്ലയുടെ നാളുകൾ വെളിപ്പെടുമെന്ന് ഈ പകൽ ആത്മാവിലൊരു ദൂത് ഞാൻ കൈമാറാ. 2025 ജനുവരി മുതൽ ഈ ഡിസംബർ മാസം വരെ ഒരു നന്മയും നീ കണ്ടില്ലേലോ. കഴിഞ്ഞ 11 മാസം സഞ്ചരിക്കാൻ കഴിയാത്ത പാതകൾ നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ടാൽ ഈ പകൽ വിശ്വാസം പറഞ്ഞു കഴിഞ്ഞാ എൻ്റെ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കുന്ന, എൻ്റെ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കുന്ന അവർ പാർപ്പാൻ തക്കവണ്ണം ദൈവം അവർക്ക് വേണ്ടി ഒരുക്കിയൊരു പട്ടണമുണ്ട്. അവർ പാർക്കേണ്ടതിന് വേണ്ടി എൻ്റെ ദൈവം ഒരുക്കിയൊരു പട്ടണമുണ്ട്. ആ പട്ടണത്തിലേക്ക് എൻ്റെ ദൈവം കൊണ്ടു ചെന്ന് എത്തിക്കുന്ന വാളുകൾ വിദൂരമല്ല. വിശ്വസിക്കുന്നവർ കാരമടിച്ച് എൻ്റെ ദൈവത്തിന് ആരാധന കൊടുക്കണം. ഓ റിമനമനഘടക ധുരീഖമനബലഘടക ആർധുരീഖമനബലഘടക ധുരീഖമനബലഘടക ധുരീഖമനബലഘടക. ശക്തിയോടെ ദൈവത്തെ ഒന്ന് ആരാധിച്ചാട്ടെ, ശക്തിയോടെ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. റിമനബലഘടകധരാറികൾ ഖമനബലഘടക. ഓ റിമനബലഘടക. ഈ പകൽക്കാലം വിശ്വാസം പറയുക, വിശ്വാസം പറയുക. ജീവിതത്തെ നോക്കി വിശ്വാസം പറയുക. നിന്റെ തലമുറ വിടിവിക്കപ്പെടുമെന്ന് പറയുക, നിന്റെ തലമുറയ്ക്ക് വഴി വെളിപ്പെടുമെന്ന് പറയുക, നിന്റെ കുടുംബത്തിന് വഴി വെളിപ്പെടുമെന്ന് പറയുക, നിന്റെ ഭാവിക്ക് വഴി വെളിപ്പെടുമെന്ന് പറയുക, നിന്റെ ശുശ്രൂഷയ്ക്ക് വഴി വെളിപ്പെടുമെന്ന് പറയുക, നിന്റെ ജീവിതത്തിൻ്റെ മേഖലകൾക്കകത്ത് വഴി വെളിപ്പെടുമെന്ന് പറയുക. സഞ്ചരിക്കാൻ കഴിയാത്ത പാപങ്ങളാണ് ഇന്നിൻ്റെ ജീവിതത്തിനകത്താണെങ്കിലും പറ, ഞാൻ വിശ്വാസത്തോടെ കൽപ്പിക്കുമ്പോൾ ഇതുവരെ കാണാത്ത ദൈവമകത്വം എൻ്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടുക. ഇതുവരെ ഞാൻ അനുഭവിച്ചിട്ടില്ലാത്ത ദൈവിക പദ്ധതികൾ എൻ്റെ ജീവിതത്തിനകത്ത് ഓ റിമാന ഭൈഡമാന ഹടകധാര വൈഡമാന അർത്ഥമാന ധാര 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 വൈഡവരം തുര വൈഡവരം ധര വൈഡവരകമാറി ബരവച്ചവരം ദുര വൈഡവ ശബാര വൈഡമാന ഹടകധാര ധാര ധാര അർത്ഥുരീഖമാന വൈഡമാന ഹടകധാര ധാര 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 അർത്ഥരാമരംശമാന ഹടകഭാര വൈഡമാന അർത്ഥരാധരംശമാന ഘടകധാര ധാര ധാരം ധാരം ധാര. ആത്മാവിൽ വിശ്വാസം പറയുക. രോഗത്തെ നോക്കി വിശ്വാസം പറയുക. പ്രതികൂലങ്ങളെ നോക്കി വിശ്വാസം പറയുക. പ്രതിസന്ധിയെ നോക്കി വിശ്വാസം പറയുക. ഈ പകൽക്കാല വിശ്വാസത്തിൻ്റെ നായകന് പൂർത്തി വരുത്തുമായ ദൈവം ഇവിടെ വന്നിട്ടുണ്ട്. ദൈവ സാന്നിധ്യത്തിൻ്റെ മറവിൽ ഇരുന്നു കൊണ്ട് നീ വിശ്വാസം പറയും. നിന്റെ തലമുറ തകരില്ലെന്ന് പറയുക, നിന്റെ കുടുംബം നശിച്ചു പോകത്തില്ലെന്ന് പറയുക, നിന്റെ സഭ വളരുമെന്ന് പറയുക, നിന്റെ സഭ പണിയുമെന്ന് പറയുക, നിന്റെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ മാറുമെന്ന് പറയുക. ഇതുവരെ കാണാത്ത ദൈവമകത്ത് നിങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടുമെന്ന് പറയുക. ഇതുവരെ വെളിപ്പെടാത്ത ഉപജീവന മേഖലകൾ നിനക്ക് വേണ്ടി എൻ്റെ ദൈവം തുറന്നു വരുമെന്ന് പറയുക. നിന്റെ കരം നന്മ കൊണ്ട് നിറയുമെന്ന് പറയുക. ഓ വിശ്വാസം, വിശ്വാസം. ദൈവത്തോട് പ്രാർത്ഥിക്കുക. വിശ്വാസത്തിൻ്റെ ഒരു വരം കർത്താവേ, ഈ പകൽക്കാലം ആരംഭിക്കുന്ന ഈ ജനത്തിന് ഓ റിബാര ബലഘടക ധുരി ഖമന ബലഘടക ബരാറികൾ ഖമന ബലഘടക. ദൈവമേ, ഈ പകൽക്കാലം വിശ്വാസത്തിൻ്റെ വരത്തെ നീ അങ്ങ് കൈമാറണമേ, നീ അങ്ങ് കൈമാറണമേ. ഓ റിബാല ഭൈഷബാല ബലഘടക ബരാറികൾ ഖമന ബലഘടക.
യെസ്. ഓ റിബാര ബാല ഹടഗഥാര. ഞങ്ങൾ ആത്മാവിൽ കൽപ്പിക്കുക, അടുത്ത ആണ്ട് ഇതേ സമയമാകുമ്പോ ആലയം നന്മ കൊണ്ട് നിറയിട്ട ആലയം, കുടുംബങ്ങൾ കൊണ്ട് നിറയിട്ട ആലയം. ഓ റിമാനമാനധര. ഓ റിബാര ബാല ഹടഗഥാര. പ്രിയരെ, ജീവിതത്തിൻ്റെ മേഖലകൾക്കകത്ത് കാണാത്ത വഴികൾ വെളിപ്പെടണമെങ്കിൽ, അല്ലെങ്കിൽ ജീവിതം അർത്ഥമുള്ളതായി മാറണമെങ്കിൽ, പ്രതികൂലത്തിൻ്റെ നടുവിൽ തോറ്റ് പിന്മാറുകയല്ല, പ്രതിസന്ധിയുടെ വലിപ്പം നോക്കാതെ അപരം നിറഞ്ഞു കവിയുന്നൊരു വിശ്വാസം വെളിപ്പെടണം. അപരം നിറഞ്ഞു കവിയുന്നൊരു വിശ്വാസം വെളിപ്പെടണം. അതരം നിറച്ച് കയ്പും ഈർഷയുമല്ല, പിണക്കമല്ല, ദൈവഹിതമില്ലാത്തതല്ല, കുത്തുവാക്കുകളല്ല, ദൈവഹിതമില്ലാത്ത വാക്കുകളല്ല, സ്വരച്ചേർച്ചയില്ലാത്തതല്ല. ഹൃദയത്തിനകത്ത് വിശ്വാസം നിറയണം, വിശ്വാസം നിറയണം. ഈ പകൽ ദൈവത്തോട് പറ, കർത്താവേ, ഏത് പ്രതിസന്ധിയുടെ നടുവിലും തകർന്നു പോകാമ മിൽക്ക. ആവശ്യമായൊരു വിശ്വാസം, ആവശ്യമായൊരു ദൈവകൃപ, ആവശ്യമായൊരു ദൈവശക്തി ഇന്ന് പകൽ എൻ്റെ മേലൊന്ന് നിറയ്ക്കണമേ. ആവശ്യമായ ആ വിശ്വാസത്തിന്റെ അളവ് എൻ്റെ മേലൊന്ന് നിറയ്ക്കണമേ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിനകത്ത് പ്രതികൂലങ്ങൾ മാറാത്തത്, പ്രതിസന്ധികൾ മാറാത്തത്, മരുഭൂമികൾ മാറാത്തത്, പലപ്പോഴും വിശ്വാസത്തിന് പകരം അവിശ്വാസം നമ്മുടെ ജീവിതത്തിൽ വരികയാണ്. കഴിഞ്ഞ ആഴ്ചകളിൽ ദൈവാത്മാവ് എന്നോട് ഒറ്റ പദം മാത്രമാണ് സംസാരിച്ചത്. നീ നിന്റെ സാഹചര്യങ്ങളെ നോക്കി വിശ്വാസം പറയുക. അമ്മ, നിന്റെ സാഹചര്യങ്ങളെ നോക്കി വിശ്വാസം പറയുക. ശ്രദ്ധിച്ചേ, നാം വായിച്ച വാക്യത്തിന്റെ താഴെയുള്ള വാക്യങ്ങൾ നിങ്ങൾ ഓരോന്നായി വായിച്ചു കഴിഞ്ഞാൽ കാണാൻ കഴിയും. സഞ്ചരിക്കാൻ കഴിയാത്ത പാതകളിലൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും സഞ്ചരിച്ചിട്ടില്ലാത്ത, ഒരു മനുഷ്യന്റെ ജീവിതത്തിലും വന്നിട്ടില്ലാത്ത പ്രതികൂലത്തിന്റെ പാതകൾ, ചെങ്കടലിന്റെ നടുവിലൂടെ, മരുഭൂമികൾക്കകത്തൂടെ, പ്രതികൂലത്തിന്റെ നടുവിലൂടെയൊക്കെ ജനം സഞ്ചരിക്കുമ്പോഴും അവരിങ്ങനെ പറയുകയാണ്, വിബുദ്ധന്മാരെ, നിങ്ങൾ അങ്ങനെ പറയുക. എങ്ങനെ പറയുക? യഹോവയ്ക്ക് സ്തോത്രം ചെയ്വീ, അവൻ നല്ലവനല്ലോ, അവന്റെ വേ എന്നേക്കുമുള്ളത്. ആമേൻ. നടന്നു പോകാൻ വഴിയില്ലാത്ത, പാതകൾ കാണാൻ കഴിയാത്ത, ജീവിതത്തിന്റെ മരണം മഹാമാത്രം മുന്നിൽ കണ്ട് മരുഭൂമികൾക്കകത്ത് കുടിപ്പാൻ വെള്ളമില്ലാതെ, കഴിപ്പാൻ ആഹാരമില്ലാതെ, കയ്പുനീര് മാത്രം കുടിച്ചു നടക്കുന്ന ഈ മരുഭൂമിക്കകത്തൂടെ ഞാൻ എങ്ങനെയാ എൻ്റെ ദൈവം വിശ്വസ്തൻ എന്ന് പറയുന്നത്? എങ്ങനെയാ എൻ്റെ ദൈവം നല്ലവൻ എന്ന് പറയുന്നത്? അതൊന്നും എനിക്കറിയത്തില്ല. അത് സാധാരണ ഞായറാഴ്ച വന്നിരുന്ന് കൈയടിച്ച് സമയം തികച്ചിട്ട് പോകുന്ന ഒരുവനും കഴിയത്തില്ല. പക്ഷെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യത്തിനകത്ത് ദൈവമായ ബന്ധമുള്ളവന് പറയാൻ കഴിയോ, എൻ്റെ ദൈവം അവൻ വിശ്വസ്തനാണ്, അവന്റെ ദയ എന്നേക്കുമുള്ളതാണ്, അവൻ വിശ്വസ്തനാണ്. അവനെ ഞാൻ സ്തുതിക്കും, അവനെ ഞാൻ പാടും, അവനെ ഞാൻ ആരാധിക്കും. ഏത് പ്രതികൂലത്തിന്റെ നടുവിലും എൻ്റെ ദൈവം നല്ലവനാണ്, എൻ്റെ ദൈവം മാറാത്തവനാണ്, എൻ്റെ ദൈവം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. ഈ പകൽ സഭ അങ്ങനെ പറഞ്ഞ ഇതുവരെ കാണാത്തൊരു ദൈവമകത്ത് ഈ പകൽ ഈ ആലയത്തിനകത്ത് മാത്രമല്ല, നിന്റെ കൂടാരങ്ങൾക്കകത്ത്, നിന്റെ തലമുറകൾക്കകത്ത് ഈ പകൽ ഈ സെക്കൻഡിൽ ദൈവാത്മാവ് അങ്ങനെ പറയുകയാണ്, അങ്ങനെ പറയുകയാണ്. വിശ്വാസമുള്ളവന്റെ കൂടാരത്തിനകത്ത് ഈ സെക്കൻഡിൽ ദൈവിക വിടുതലുകൾ നടക്കും, ഈ സെക്കൻഡിൽ അത്ഭുതങ്ങൾ നടക്കും, ഈ സെക്കൻഡിൽ ദൈവത്തിന്റെ മഹത്വം. ഓ റിബാമാര ഹടഗഥാര വൈഡാമാര ഹറമാന ഹടഗഥാര വൈഡാമാന. ഞങ്ങൾ ആത്മാവിൽ കൽപ്പിക്കുകയാണ്, ആത്മാവിൽ കൽപ്പിക്കുകയാണ്. ഇരുട്ടിന്റെ പദ്ധതികൾ വഴിമാറട്ടെ, ജാതീയ പദ്ധതികൾ വഴിമാറട്ടെ, വേഷത്തിന്റെ അന്ധകാര മണ്ഡലങ്ങൾ വഴിമാറട്ടെ. ഇതുവരെ കാണാത്തൊരു ദൈവമകത്വം ആലയത്തിനകത്ത് വെളിപ്പെടട്ടെ. ഇതുവരെയും ദൈവസഭ കണ്ടിട്ടില്ലാത്ത ആഴമേറിയ ചലനങ്ങൾ ദൈവാലയത്തിനകത്ത് വെളിപ്പെടട്ടെ. യെസ്. രോഗികൾ സൗഖ്യമാകട്ടെ, ഭൂതങ്ങൾ പുറത്തു പോകട്ടെ,
വീര്യപ്രവർത്തികൾ ആലയത്തിനകത്ത് സംഭവിക്കട്ടെ. സാദ്ഗര്യങ്ങളുടെ നടുവിൽ വിശ്വാസത്തിന്റെ പദം പറയാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ നമ്മൾ ദൈവമായിട്ടുള്ള ഒരു ബന്ധമില്ല. ദൈവമായിട്ട് ഒരു ബന്ധമില്ല. വന്നിരുന്ന് ആരാധിച്ചിട്ട് പോവുക, 4 കുറ്റം കണ്ടുപിടിച്ചിട്ട് പോവുക, 4 പേരെ കുറ്റം പറഞ്ഞിട്ട് പോവുക. ദൈവമായിട്ട് ഒരു ബന്ധമില്ല. ഇന്ന് പകൽക്കാലം ദൈവസന്നിധി പറയണം, കർത്താവേ എനിക്ക് വിശ്വാസത്തിൻ്റെ പദങ്ങൾ പറയണം. എൻ്റെ സാഹചര്യങ്ങളെല്ലാം എതിരായി പോകുമ്പോൾ, ആരും എന്നെ സഹായിപ്പാനില്ലാതെ വരുമ്പോൾ, ജീവിതത്തിൻ്റെ സാഹചര്യത്തിനകത്ത് ഞാൻ ഒറ്റയ്ക്കാകുമ്പോൾ, എൻ്റെ ദൈവം നല്ലവനെന്ന് അതിൻ്റെ നടുവിലും പറയണം. എൻ്റെ ദൈവം വല്ലവനെന്ന് അതിൻ്റെ നടുവിലും പറയണം. എൻ്റെ ദൈവം നീതിമാനെന്ന് അതിൻ്റെ നടുവിലും പറയണം. അങ്ങനെ പറയുമ്പോൾ എൻ്റെ ജീവിതത്തിനകത്ത് എൻ്റെ ദൈവം വഴികളെ തുറന്നു തരും. എൻ്റെ ദൈവം എനിക്ക് വിശാലതകളെ തരും. എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിനകത്ത് ഇതുവരെ കാണാത്ത പാതകൾ എനിക്ക് വേണ്ടി തുറന്നു തരും. ഇതുവരെ മറച്ചു വച്ചിരുന്ന ചില അഗോചരമായ വഴികളെ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി തുറന്നു തരും. എൻ്റെ കയ്പിനെ മാറ്റാ എൻ്റെ ദൈവം നട്ടിരുന്ന ചില വൃക്ഷങ്ങളെ എൻ്റെ ദൈവം എൻ്റെ അടുക്കൽ കൊണ്ടുതരും. എൻ്റെ ദൈവം അതിനെ എന്റെ മാറയെ മധുരമാക്ക്. എനിക്ക് വേണ്ടി എന്റെ ദൈവം മരുഭൂമിയിൽ പാറയുടെ പിളർപ്പിനകത്ത് നിന്ന് ജീവജലത്തിന്റെ മാപിക ആ ശക്തി ഇതിനകത്ത് വ്യാപരിക്കട്ടപ്പോ. ഞങ്ങളൊന്നും കാണുമില്ല, പക്ഷെ ഈ പകൽ ഞങ്ങൾ അങ്ങിൽ വിശ്വസിക്കുന്നു. ഞങ്ങൾ അങ്ങിൽ പ്രത്യാശ വയ്ക്കുമോ, ഞങ്ങൾ അങ്ങിൽ ആശ്രയിക്കുമോ, ഞങ്ങൾ ആരെ വിശ്വസിച്ചിരിക്കുമെന്ന് ഞാൻ അറിയുമോ. അവൻ എന്റെ രൂപമീതി ആ ദിവസം വരെ എന്നോട് ദൈവാത്മാ പറയുന്നു, ചില വിലാപങ്ങൾ മാറാൻ പോകുന്നു, ചില വേദനകൾ മാറാൻ പോകുന്നു, ചില കഷ്ടതകൾ മാറാൻ പോകുന്നു, ചില മിന്മകൾ മാറാൻ പോകുന്നു, ചില അപമാനങ്ങൾ മാറാൻ പോകുന്നു. നിന്റെ മാറയെ മധുരമാക്കാൻ പോകുക. ആരോടൊക്കെ ദൈവാത്മാ പ്രവചിക്കുക, കുഞ്ഞ് നിന്റെ മാറയെ മധുരമാക്കാൻ പോകുക. നിന്റെ കണ്ണുനീരിനെ ഇന്ന് വരെ നീ സഞ്ചരിച്ചിട്ടില്ലാത്ത പാതകളെ എൻ്റെ ദൈവം നിനക്ക് വേണ്ടി തുറന്നു വരാൻ പോകുക. നിന്റെ കുടുംബത്തിന് വേണ്ടി എൻ്റെ ദൈവം തുറന്നു വരാൻ പോകുക. ദൈവദാസന്മാരെ, ദൈവാത്മാവിനോട് പറയുന്നു, ഇതുവരെ ശുശ്രൂഷയിൽ തുറന്നിട്ടില്ലാത്ത പാതകളെ എൻ്റെ ദൈവം ഈ പകൽ തുറമിടാൻ പോകുക. എൻ്റെ ദൈവം ഈ പകൽ തുറമിടാൻ പോകുക. എൻ്റെ ദൈവം മന്മഥനാൻ. എൻ്റെ ദൈവം നന്മ തരാൻ പോവുക. എന്നോട് ദൈവാത്മാവ് ഇങ്ങനെ ഒരു ദൂത് കൈമാറുക. നാളുകളായി കയ്പ് നീരാ നീ കുടിക്കുന്നേ, നീ മാറയാ കുടിക്കുന്നേ. എന്നോട് ദൈവാത്മാവ് പറയുക, മാറയെ മധുരമാക്കാനുള്ള വൃക്ഷത്തെ എൻ്റെ ദൈവം നിൻ്റെ മുൻപിൽ വെളിപ്പെടുത്താൻ പോവുക. മാറയെ മധുരമാക്കാനുള്ള വൃക്ഷത്തെ എൻ്റെ ദൈവം വെളിപ്പെടുത്താൻ പോവുക. ഇതുവരെ നിന്റെ കണ്ണിൻ്റെ മുമ്പിൽ വെളിപ്പെട്ടിട്ടില്ല, പക്ഷെ എൻ്റെ ദൈവം എന്താ വെളിപ്പെടുത്താൻ പോവുക. 2026 ആരംഭ ദിവസങ്ങളിൽ വെളിപ്പെടുത്താൻ പോവുക. ചിന്തിക്കാൻ കഴിയാത്ത ദൈവത്തിൻ്റെ ഫേവർ നിന്റെ കൂടാരത്തിനകത്ത് ഇറങ്ങി വരാൻ പോവുക. ദൈവത്തിൻ്റെ മഹത്വം കുഞ്ഞേ. വ്യക്തമായി ദൈവാത്മാവിനോട് ഇങ്ങനെ പറയുന്നു, ചില മാറകൾ മധുരമാകും എപ്പോൾ നീ വിശ്വാസം പറഞ്ഞാൽ.
ആരുമില്ലാത്ത ഏകാന്തതയ്ക്കകത്ത് നീ ദൈവസന്നിധിയിൽ വിശ്വാസം പറഞ്ഞാൽ, ദൈവസന്നിധി കരഞ്ഞാൽ, ദൈവസന്നിധി രട്ടിലിരുന്നാൽ, ദൈവസന്നിധി നിലവിളിച്ചാൽ, ഇതുവരെ കാണാത്തൊരു ദൈവപ്രവൃത്തി നിന്റെ കൂടാരത്തിൻ്റെ മുമ്പിൽ വെളിപ്പെടും. ഇതുവരെ കാണാത്ത വ്യക്തികൾ നിന്റെ കൂടാരത്തിന് മുമ്പിൽ വെളിപ്പെടും. ഇതുവരെ കാണാത്ത ഭാഷക്കാർ നിന്റെ കൂടാരത്തിന് മുമ്പിൽ വെളിപ്പെടും. ഇതുവരെ കാണാത്ത ഭാഷക്കാരുടെ നന്മകൾ നിന്റെ കൂടാരത്തിന് മുൻപിൽ വെളിപ്പെടും. ഇതുവരെ ദൈവത്തിന് വേണ്ടി മാറി നിൽക്കുന്നവന്റെ തലമുറകളെ എൻ്റെ ദൈവം ഉയർത്തുന്ന വിധങ്ങൾ നിന്റെ തലമുറകളിലൂടെ ദൈവാത്മാവ് കാണിക്കുക. ഈ പകൽ ദൈവാത്മാവനോട് പറയുന്നു, ദൈവം ചിലവിനെ തിരഞ്ഞു പിടിച്ച് അനുഗ്രഹിക്കാൻ പോകുക. ചിലവിനെ ദൈവം തിരഞ്ഞു പിടിച്ച് അനുഗ്രഹിക്കാൻ പോകുക. ചിലവിന്റെ പാതകളെ ഞാൻ തിരിക്കാൻ പോകുക. ചിലവിന്റെ പാപകളെ ഞാൻ തിരിക്കാൻ പോകുക. ചിലവിന്റെ റൂട്ടുകളെ ഞാൻ തിരിക്കാൻ പോകുക. ഞാൻ ചിലവിന്റെ റൂട്ട് വെട്ടാൻ പോകുക. ഇതുവരെ കണ്ടതല്ല, ഇതുവരെ കണ്ടതല്ല, നീ ആഗ്രഹിച്ചതല്ല, വ്യത്യസ്തമാണ്. അവനോട് കൃത്യമായി പറയുന്നു, ഇതുവരെ കണ്ടതല്ല, കാണാത്ത ചിലത് വെളിപ്പെടുന്നു. ഇന്ന് പകൽ വിശ്വാസം പറയാൻ കഴിയുമോ? സാഹചര്യങ്ങൾ പലതും എതിരാണ്, എല്ലാ സാഹചര്യങ്ങളും എതിരാണ്. ചിലപ്പോൾ കൂടെ നിൽക്കുന്നവരായിരിക്കാം കുതികാല് വെട്ടുന്നത്, നിനക്ക് കൂടെ നിന്ന് ചിരിച്ച് കാണിക്കുന്നവരായിരിക്കാം നിന്നെ നാവ് കൊണ്ട് തകർക്കാൻ നോക്കുന്നത്. എങ്കിലും അതിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് പറയണം, എൻ്റെ ദൈവം എനിക്ക് നല്ലവനാണ്, എൻ്റെ ദൈവം എനിക്ക് നല്ലവനാണ്. അവൻ്റെ ദൈവം എന്നേക്കുമുള്ളതാണ്, അവൻ്റെ വിശ്വസ്തത എന്നേക്കുമുള്ളതാണ്, അവൻ്റെ വിടുതൽ എന്നേക്കുമുള്ളതാണ്. എൻ്റെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളുടെ നടുവിൽ എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിനകത്ത് ദൈവം ഒരുക്കുന്ന വഴികൾ എന്നേക്കുമുള്ളതാണ്. അത് ശാശ്വതമാണ്, അത് ദൈവിക പദ്ധതിയാണ്, അത് ദൈവത്തിന്റെ ആഴമേറിയ കരുതലാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആഴമായി ദൈവത്തോട് വിശ്വസിക്കു പ്രിയരെ, ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്നത് ചില വ്യത്യസ്തമായ വഴികളാണ്. നമ്മൾ പോലും അറിയാത്ത പാതകൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ, എല്ലാം പ്രതികൂലമാകുമ്പോൾ എന്ത് ചെയ്യണം? വിശ്വാസം പറയണം. ആ പദമൊന്ന് പറഞ്ഞാട്ടെ, വിശ്വാസം പറയണം, വിശ്വാസം പറയണം, വിശ്വാസം പറയണം. Proclaim faith, ദൈവിക വിശ്വാസം പ്രഖ്യാപിക്കുക. എൻ്റെ മുമ്പിൽ സമയത്തിൻ്റെ പരിമിതികളുണ്ട്. വേഗത്തിൽ 1-2 വ്യക്തികളെ മാത്രം ഞാൻ അടർത്തിയെടുത്ത് നിങ്ങളുടെ മുൻപിൽ നിർത്തിയിട്ട് ഞാൻ ഇരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 22:8 നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി. അവിടെ ഒരു അപ്പൻ്റെ വിശ്വാസം കാണാൻ കഴിയുന്നുണ്ട്, ഒരപ്പൻ്റെ വിശ്വാസം കാണാൻ കഴിയുന്നുണ്ട്. ദൈവം അവനോട് പറയുകയാണ്, നിന്റെ ഏകജാതനായ മകനെ എനിക്ക് യാഗം അർപ്പിക്കണം. അവൻ ഏകദേശം 25 വർഷത്തെ കാത്തിരിപ്പാണ്. 25 വർഷം കാത്തിരുന്നിട്ടാണ് അബ്രഹാമിന് തലമുറ ലഭിക്കുന്നത്. അബ്രഹാമിന് തലമുറ ലഭിക്കുന്നത് 100-ാമത്തെ വയസ്സിലാണ്. 100-ാമത്തെ വയസ്സിൽ ജനിച്ച മകനെ എനിക്ക് യാഗമർപ്പിക്കണമെന്ന് ഏതപ്പനോട് പറഞ്ഞാൽ അപ്പൻ കേൾക്കും. എങ്കിലും ദൈവത്തോടുള്ള വിശ്വാസം അബ്രഹാമിന് നോ പറയാൻ കഴിഞ്ഞില്ല. ജീവിതത്തിൻ്റെ മുൻപിൽ ചിലപ്പോഴൊക്കെ നമുക്ക് തിരിച്ചു പ്രതികരിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ വരും. ഒരു സെക്കൻഡ് പോലും, ഒരു വാക്കുകൾ കൊണ്ടുപോലും നമുക്ക് പ്രതികരിക്കാൻ കഴിയാത്ത ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ വരും. അപ്പോഴും നമുക്ക് വിപരീതമായി ചില ദൂതുകൾ വന്നാൽ അതിൻ്റെ നടുവിലും വിശ്വാസം പറയണം. സ്തോത്രം പറയാനും ഹല്ലേലൂയ പറയാനും കയ്യടിക്കാനൊക്കെ എളുപ്പമാണ്. പക്ഷെ ജീവിതത്തിൻ്റെ മുമ്പിൽ അങ്ങനെയൊന്ന് വന്നോട്ടെ, അങ്ങനെ ഒരു പ്രതിസന്ധി വന്നോട്ടെ, ആ ഒരു പ്രതികൂലം വന്നോട്ടെ, എത്ര പേർ സ്തോത്രം പറയൂ, എത്ര പേർ ഹല്ലേലൂയ പറയൂ, എത്ര പേർ ആഴമേ പാടി ആരാധിക്കും. നമ്മൾ വേണമെങ്കിൽ പള്ളിയുടെ അടുക്കവാമേ ഏതെങ്കിലും കസേര വന്നിരുന്നിട്ട്, അയ്യോ പാസ്റ്റർ എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെയാ, എൻ്റെ കുടുംബം ഇങ്ങനെയൊക്കെയാ, ഇനി ഒരു പ്രതീക്ഷയില്ലെന്ന് പറഞ്ഞിട്ട് നമ്മൾ പൊടിയും തട്ടിപ്പോകും. പക്ഷേ അബ്രഹാം കേട്ടൊരു വാക്കുണ്ട് കേട്ടോ. അബ്രഹാം പറഞ്ഞൊരു വാക്കാമേ
അബ്രഹാമിനോട് പറഞ്ഞൊരു ദൈവത്തിന്റെ വാക്കിന് അബ്രഹാം വിപരീതം പറഞ്ഞില്ല. അബ്രഹാം ആരോടും പറയാതെ ദൈവം പറഞ്ഞതനുസരിച്ചു. ഈ പകൽക്കാലം ഞാൻ ആത്മാവിൽ ഇങ്ങനെ പറയാ, ദൈവം പറയുന്നത് അനുസരിക്കുന്ന അപ്പനമ്മമാരുണ്ടെങ്കിൽ, ദൈവത്തിന്റെ വാക്ക് അണുവിട വിടാതെ ദൈവത്തിന് വേണ്ടി വിശ്വാസ പോർക്കളത്തിൽ ജീവിക്കുന്ന ഭക്തന്മാരുണ്ടെങ്കിൽ, ആത്മാവിലൊരു ദൂത് ഞാൻ കൈമാറാ. ഒരു ശക്തിക്ക് നിന്റെ കുഞ്ഞിനൊരു ഹാനി വരുത്താൻ കഴിയില്ല. ഒരു ഇരുട്ടിന്റെ വ്യാപാരത്തെ അവനെ തകർത്ത് കളയാൻ കഴിയില്ല. നിന്റെ കുഞ്ഞിന് ഒരുത്തനും നശിപ്പിക്കാൻ കഴിയില്ല. ഒരു മദ്യത്തിനും ഒരു മയക്കുമരുന്നിനും ഒരു കൂട്ടുകെട്ടിനും അടിമയാക്കി കളയാൻ കഴിയില്ല. ലോകത്തിന്റെ ഇച്ഛകൾക്ക് അവനെ തൊടാൻ കഴിയില്ല, അവളെ ബന്ധിക്കാൻ കഴിയില്ല. ആർക്കാരുടെ തലമുറകൾ? ദൈവത്തെ അനുസരിക്കുന്നവന്റെ തലമുറ. അമ്മ ചിലരെയൊക്കെ കണ്ടാ അറിയില്ലേ? കണ്ടാ തന്നെ അറിയാൻ പറയും, ഇന്നയാളുടെ മക്കളാ, ഇന്നയാളുടെ മക്കളാ. അമ്മേ, അപ്പന്റെ അതേ ഗുണം. അമ്മേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ആത്മാവിൽ പറയാം, ദൈവത്തെ അനുസരിക്കുന്നവന്റെ തലമുറ, ദൈവത്തെ ആരാധിക്കുന്നവന്റെ അല്ല. നമ്മളൊക്കെ ആരാധിക്കും, നല്ല മിടുക്കരാണ്, നമ്മളൊക്കെ അഭിനയിച്ച് തകർക്കും. അമ്മേ, ഹല്ലേലൂയ. പക്ഷെ ദൈവത്തെ അനുസരിക്കുന്നവന്റെ തലമുറ, ദൈവത്തിന്റെ വാക്കാണ് വിടമാറാത്തവന്റെ തലമുറ വഴിവിടച്ചു പോകത്തില്ല. അവൻ ദൈവസഭയ്ക്കൊരു അപമാനമാകില്ല, അവൻ ദൈവസഭയ്ക്കൊരു നിന്ദയാകില്ല, അവന്റെ കുടുംബം ഒരു നിന്ദയാകില്ല. ഈ പകൽക്കാല് ദൈവരാജ്യത്തിന് നിന്ദയാകാതെ ദൈവത്തെ അനുസരിക്കും ഒരു തലമുറ ആലയത്തിനകത്തും എഴുന്നേറ്റ് വരട്ടെ. ഹല്ലേലൂയ. സ്നേഹത്തോടെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ജീവിതം കൊണ്ട് ദൈവരാജ്യത്തിന് ഗുണമാണോ? നിങ്ങളുടെ പ്രവൃത്തി കൊണ്ട് ദൈവരാജ്യം അപമാനിക്കപ്പെടുകയാണോ? ഈ പകൽക്കാലം ദൈവത്തെ അനുസരിക്കുന്നവനാകണം. അവൻ്റെ തലമുറകളെ തകർന്നു പോകാൻ എൻ്റെ ദൈവം അനുവദിക്കില്ല. വചനം പറയുന്നു, അബ്രഹാം ദൈവത്തിൻ്റെ വാക്ക് കേട്ടു. ദൈവത്തിൻ്റെ വാക്ക് കേട്ട് ഇറങ്ങിയവൻ ആമേൻ മോറിയ കണ്ട് പേടിച്ചില്ല. മോറിയ ദേശത്തിലെ ആ മലയിൽ ചവിട്ടിക്കയറുമ്പോൾ ബാലൻ ചോദിക്കുന്നുണ്ട്, മകൻ ചോദിക്കുന്നുണ്ട്, അപ്പാ നമ്മളെല്ലാം ഉണ്ട്, വിറകുണ്ട്, കത്തിയുണ്ട്, ആമേ തീയുണ്ട്, ഇതെല്ലാം ഉണ്ട്, യാഗത്തിനുള്ള യാഗവസ്തു എവിടെ? അവിടെ ചോദിക്കുന്ന സമയത്ത് അപ്പൻ്റെ ചങ്ക് തകർന്നു കാണു. മോനേടാ, നീ ആ യാഗവസ്തു എന്ന് പറയാ ഒരപ്പനും കടിയില്ല കേട്ടോ. ജീവിതത്തിന്റെ മേഖലകൾക്കകത്ത് സ്വന്തം കുഞ്ഞിനോട് പോലും ഒരു വാക്ക് തുറന്നു പറയാൻ കഴിയാത്ത, സാഹചര്യം തുറന്നു പറയാൻ കഴിയാത്ത ജീവിതത്തിന്റെ മേഖലകൾക്കകത്ത് ഒരപ്പൻ ചെയ്യുന്നത് കേട്ടോ. ആരോടും നിന്റെ ഭാരം ചിലപ്പോൾ തുറന്നു പറയാൻ കഴിഞ്ഞെന്ന് വന്നില്ല, ആരോടും നിന്റെ കഷ്ടത തുറന്നു പറയാൻ കഴിഞ്ഞെന്ന് വരില്ല. നീ അനുഭവിക്കുന്ന വിങ്ങിപ്പൊട്ടുന്ന വിഷയമുണ്ടല്ലോ, ആരോടും ഒരു വാക്ക് തുറന്നു പറഞ്ഞ് ഒന്ന് പൊട്ടിക്കരയാൻ പോലും കഴിഞ്ഞെന്ന് വരില്ല. അങ്ങനെയുള്ള ഒറ്റപ്പെടലിന്റെ സാഹചര്യത്തിനകത്ത് അബ്രഹാം ചെയ്തൊരു മാതൃകയുണ്ട്. മോനോട് ദൈവത്തോടുള്ള വിശ്വാസം പറഞ്ഞു. ഈ പകൽ ആരോടും നിനക്ക് പറയാൻ കഴിയാത്ത ജീവിതത്തിന്റെ വേദനകൾ വരുമ്പോ അവൻ ഓടി പിന്മാറാതെ ദൈവത്തോടുള്ള വിശ്വാസം പറയുക, ദൈവത്തോടുള്ള വിശ്വാസം പറയുക. ദൈവമാമേ, അബ്രഹാം ദൈവത്തെ കുറിച്ച് പറയുക, കുഞ്ഞേ മക്കളെ, എന്റെ ദൈവം നമുക്ക് വേണ്ടി കരുത്, എന്റെ ദൈവം കരുത്. ലേഖനത്തിൽ പറയുക, ചാരത്തുനിന്ന് പോലും ഒരു തലമുറ എനിക്ക് ദൈവം തരുമെന്ന് അവൻ വിശ്വസിച്ചെന്ന്. അങ്ങനെ വിശ്വസിച്ചവൻ പറയുക, എടാ ആട്ടിൻകൊറ്റനെയല്ലേ ദൈവം കരുതിയിട്ടുണ്ട്, നമ്മളോട് ചെല്ലാനാ പറഞ്ഞത്, ചെന്നാ മതി. ഈ പകൽ ആത്മാവിലൊരു ദൂത് ഞാൻ കൈമാറാ. പ്രതികൂല സാഹചര്യത്തിൻ്റെ നടുവിൽ ആരോടും ഒരു വാക്കുപോലും തുറന്നു പറയാൻ കഴിയാത്ത ജീവിതത്തിൻ്റെ കഷ്ടതകൾ വെളിപ്പെടുമ്പോൾ ആത്മാവിൽ ഞാൻ ഇങ്ങനൊരു ദൂത് പറയാ. ആ പ്രതികൂലത്തിൻ്റെ നടുവിൽ നീ വിശ്വാസം പറഞ്ഞു കഴിഞ്ഞ എൻ്റെ ദൈവാത്മാവ് ഒരു ദൂത് തരികയാ. ഇന്ന് വെളിപ്പെട്ട നന്മയല്ല, ഇന്നേക്ക് 4 വർഷങ്ങൾക്ക് മുമ്പ് ഏതോ ആട്ടിടയൻ്റെ കൂടാരത്തിനകത്ത് ജനിച്ചു വീണ
ചില കരുതലുകൾ എൻ്റെ ദൈവം നിന്റെ കൂടാരത്തിനകത്ത് വെളിപ്പെടും. നീ ഇന്ന് അനുഭവിക്കുന്ന വിഷയത്തിന്റെ മറുപടി ഇന്നല്ല കുഞ്ഞ്, ദിവസങ്ങൾക്ക് മുമ്പ് അല്ല, മാസങ്ങൾക്ക് മുമ്പ് അല്ല, വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ദൈവം കരുതിയിട്ട ഈ പകൽ ഈ പ്രതിസന്ധി വന്നത് അത് നിന്റെ മുൻപിൽ വെളിപ്പെടാൻ പോകുക. കരമടിച്ചു നന്നായി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഇന്ന് നീ അനുഭവിക്കുന്ന ഒറ്റപ്പെടലുകൾ, ഇന്ന് നീ അനുഭവിക്കുന്ന ടെൻഷനുകൾ, ഇന്ന് നീ അനുഭവിക്കുന്ന ഏകാന്തതകൾ, നിന്റെ ജീവിതം എന്തായി തീര്? ഇറങ്ങി തിരിച്ചതല്ലേ? ഇനി എനിക്കൊരു മുന്നോട്ടൊരു യാത്രയുണ്ടോ? ഒരു നന്മ എനിക്ക് കാണാൻ കഴിയുമോ? എൻ്റെ ജീവിതത്തിനകത്ത് പരാജയമാണോ? എൻ്റെ ജീവിതത്തിനകത്ത് മിമ്മയാണോ എന്ന് ചോദിക്കുന്ന നിനക്ക് വേണ്ടി എൻ്റെ ദൈവം ഇന്ന് പകലൊരു തൂതു പറയുക. ഇന്ന് വെളിപ്പെട്ടതല്ല കുഞ്ഞ്, നിനക്ക് വേണ്ടിയുള്ള മറുപടികൾ നിന്റെ മുൻപിൽ ഈ പ്രതികൂലം വരുമ്പോ എന്റെ ദൈവം ചില ദൈവിക കരുതലുകളെ നിന്റെ കണ്ണിന്റെ മുൻപിൽ നിന്ന് മറച്ച് എന്റെ ദൈവം ഒരുക്കി വച്ചിട്ടുണ്ട്. ഈ മല നീ ചവിട്ടിക്കയറുമ്പോ, ഈ കുന്നു നീ ചവിട്ടിക്കയറുമ്പോ, നീ ഒറ്റക്കല്ല. ഈ വിറകുമാ, ഈ കത്തിയുമാ, ഈ തീയുമാ നീ നടന്നു കയറുമ്പോ നീ ഒറ്റക്കല്ല. നിന്റെ കണ്ണ് നീ കാണാത്തവനല്ല നിന്റെ ദൈവം. നിന്റെ ഏകാഭവ കാണാത്തവനല്ല നിന്റെ ദൈവം. ഈ പകൽ ദൈവാത്മാവ് വ്യക്തമായൊരു ദൂത് കൈമാറുക. ഇതുവരെ കാണാത്ത ചില കരുതലുകൾ 2025 നീ കാണാൻ പോകുക. ഇനി ചില ദിവസങ്ങളേ ഉള്ളൂ. യെസ് പാസ്റ്റർ, ഇനി ചില ദിവസങ്ങളല്ലേ ഉള്ളൂ. യെസ്, ദൈവാത്മാവ് എന്നോട് അങ്ങനെ പറയുന്നു. ദൈവത്തിന്റെ ചില കരുതലുകൾ ഈ 2025 നീ കാണുക തന്നെ ചെയ്യ. വിശ്വസിക്ക. അബ്രഹാം വിശ്വാസത്തിന്റെ വാക്ക് പറഞ്ഞു. ദൈവം കരുതെന്ന് പറഞ്ഞ് അവൻ അവിടെ എത്തിയപ്പോൾ, അവൻ ഒരുക്കേണ്ടതെല്ലാം ഒരുക്കിയപ്പോൾ, ഞാനിങ്ങനെ പറയാം, ഒരുങ്ങുന്നവന് വേണ്ടിയ ദൈവം കരുതു കേട്ടോ. ഒരുക്കമുള്ളവൻ്റെ വേണ്ടി ദൈവം കരുതൂ. ഒരുക്കമുള്ള ഹൃദയത്തിൽ അവൻ നിറയ്ക്കത്തുള്ളൂ. ജീവിതത്തിൻ്റെ മേഖലകൾക്കകത്ത് ദൈവം സന്നിധി നീ ഒരുങ്ങണം. നീ ദൈവസന്നിധിയിൽ ഒരുങ്ങണം. നിൻ്റെ ജീവിതത്തിനകത്ത് എന്താണ് നിനക്ക് ആവശ്യം, അതിനുവേണ്ടി നീ ഒരുങ്ങണം. അതിനുവേണ്ടി നീ ഒരുങ്ങണം. നിന്റെ സാഹചര്യങ്ങൾ മാറ്റാ, എൻ്റെ ദൈവത്തിന് കഴിയ. പ്രതിസന്ധികളെ മാറ്റാ, എൻ്റെ ദൈവത്തിന് കഴിയ. പ്രതികൂലങ്ങളെ മാറ്റാ, എൻ്റെ ദൈവത്തിന് കഴിയ. പക്ഷെ നീ ഒരുങ്ങുന്നവനായി മാറണം. നീ ഒരുങ്ങുന്നവനായി മാറണം. നീ ഒരുങ്ങുന്നവനായി മാറണം. ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. അബ്രഹാം മോറിയ ദേശത്തിലെ ആ മലയിൽ കയറി യാഗപീഠമൊക്കെ അടുക്കി, കല്ലുപിറക്കി യാഗപീഠമൊക്കെ അടുക്കി. അവിടെയൊന്നും നിൽക്കുന്നില്ല. ബാലനെ എടുത്ത് കെടുത്ത് കത്തി ഓങ്ങി ഒറ്റ വിളിയ. ഞാൻ ഇങ്ങനെ പറയാം പ്രിയരെ, ജീവിതത്തിൻ്റെ മേഖലകൾക്കകത്ത് ഒരു പ്രതീക്ഷയുമില്ലാത്ത ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ വരുമ്പോൾ ദൈവം നിനക്ക് വേണ്ടി സംസാരിക്കും. ദൈവം നിനക്ക് വേണ്ടി സംസാരിക്കും. ഒരു വ്യക്തിയും സംസാരിക്കാനില്ലാത്ത ഏകാന്തതയ്ക്കകത്ത് എൻ്റെ ദൈവം നിനക്ക് വേണ്ടി സംസാരിക്കും. എൻ്റെ ദൈവം ചിലരുടെ ഹൃദയത്തോട് ഇടപെടും, ചില വ്യക്തികളോട് ഇടപെടും, ചില കുടുംബങ്ങളോട് ഇടപെടും. എൻ്റെ ദൈവം നിനക്ക് വേണ്ടി സംസാരിക്കും. ദൈവം അബ്രഹാമിന് വേണ്ടി സംസാരിച്ചു. എന്തുകൊണ്ട് സംസാരിച്ചു? അബ്രഹാം വിശ്വാസം പറഞ്ഞു. അബ്രഹാം വിശ്വാസം പറഞ്ഞു. അബ്രഹാം നിന്നയല്ല പറഞ്ഞത്, അബ്രഹാം കുറ്റമല്ല പറഞ്ഞത്, അബ്രഹാം പിറുപിറുക്കുകയല്ല ചെയ്തത്. പ്രതികൂലത്തിൻ്റെ നടുവിൽ വിശ്വാസം പറഞ്ഞു. വിശ്വാസം പറയുന്നവന് വേണ്ടി എൻ്റെ ദൈവം സംസാരിക്കും. ഈ പകലും എൻ്റെ ദൈവം സംസാരിക്കും. ഞാൻ ആത്മാവിൽ പറയുന്നു, ചില രാജ്യങ്ങളിൽ ദൈവം സംസാരിക്കും, ചില പട്ടണങ്ങൾ ദൈവം സംസാരിക്കും, ചില കുടുംബങ്ങളോട് ദൈവം സംസാരിക്കും, ചില തലമുറകളോട് ദൈവം സംസാരിക്കും, ചില വ്യക്തിപരമായി ദൈവം ചിലരോട് സംസാരിക്കും. ഹല്ലേലൂയ. അബ്രഹാം വിശ്വാസം പറഞ്ഞു. ഹലോ, അബ്രഹാം വിശ്വാസം പറഞ്ഞു. ദൈവത്തിൻ്റെ കരുതൽ അവൻ കണ്ടു. ഞാൻ നിങ്ങളെ ചലഞ്ച് ചെയ്യുക, 2025 വിശ്വാസം പറയാമോ? എൻ്റെ ദൈവം നല്ലവനെന്ന് പറയാൻ കഴിയുമോ? എൻ്റെ ദൈവം എന്നെ തകർക്കില്ലെന്ന് പറയാൻ കഴിയുമോ? ഈ പ്രതികൂലത്തിൻ്റെ നടുവിൽ ഞാൻ ജയിക്കുമെന്ന് പറയാൻ കഴിയുമോ? എങ്കിൽ എൻ്റെ ദൈവത്തിൻ്റെ കരുതൽ നീ കാണും, എൻ്റെ ദൈവത്തിൻ്റെ നന്മ നീ കാണും, എൻ്റെ ദൈവത്തിൻ്റെ സാക്ഷ്യമായ ചില വിടുതലുകൾ നീ കാണും.
ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ മുമ്പിൽ സമയമില്ല, വേഗത്തിൽ നിർത്തും. ഒറ്റ വ്യക്തിയും കൂടെ ഞാൻ പരിചയപ്പെടുത്താം. സംഖ്യാപുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം നിങ്ങൾ എൻ്റെ കൂടെ ശ്രദ്ധിച്ചാൽ മതി. മോശ പറയുകയാണ്, നമ്മൾ അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും സത്യം ചെയ്ത വാഗ്ദത്ത നാട്, അവിടെ കുറേ മല്ലന്മാരുണ്ടെന്നാണ് കേൾക്കുന്നത്, നിങ്ങളൊന്ന് പോയി നോക്കിയിട്ട് വാ. അങ്ങനെ ചിലരെ തിരഞ്ഞെടുത്ത് 12 പേരെ ആ ദേശം ഉറ്റുനോക്കാൻ വേണ്ടി പറഞ്ഞു വിടുകയാണ്. ആ ദേശം പോയി നോക്കിയിട്ട് വരാൻ വേണ്ടി പറഞ്ഞു വിടുകയാണ്. ഇവരെല്ലാവരും പോയി കാണുമ്പോൾ കണ്ട കാഴ്ചകളെല്ലാം അവരെ ഭീതിപ്പെടുത്തുന്നതായിരുന്നു. ദേശം മുഴുവൻ ഫലപുഷ്ടിയുള്ളതാണ്, നന്മകൾ കൊണ്ട് നിറഞ്ഞതാണ്, അനുഗ്രഹങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ്. പക്ഷേ അത് മല്ലന്മാരുടെ ദേശമാണ്. ഹലോ, 11-ലധികം രാജാക്കന്മാർ ഭരിക്കുന്ന ദേശമാണ്. 11-ലധികം നാട്ടുരാജ്യങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ദേശമാണ്. ഇങ്ങനെ വിവിധങ്ങളായ പ്രതിസന്ധികളുണ്ട്. അവർ ദേശമൊക്കെ കൊള്ളാം, പാലും തേനും ഒഴുകുന്നത്. പക്ഷേ ഈ ദേശമൊക്കെ ചുറ്റി സഞ്ചരിച്ചു അവിടെയൊക്കെയുള്ള നന്മകളൊക്കെ പറക്കിയെടുത്ത് അവർ ഉറ്റുനോക്കിയിട്ട് സ്പൈ വർക്കൊക്കെ ചെയ്തിട്ട് തിരിച്ചു വരികയാണ്. മോശ നിൽക്കുകയാണ് ഇവന്റെ വരവും കാത്ത്. വന്ന് നിന്ന ഉടനെ മോശയോട് 10 പറയാൻ തുടങ്ങി. മോശേ, ദേശമൊക്കെ നല്ലതാ, പാലും തേനും ഒഴുകുന്ന ദേശമാ. പക്ഷേ അവിടെ മള്ളന്മാരുണ്ട്, അവിടെ ശക്തന്മാരുണ്ട്. അവിടെ ഞങ്ങൾക്ക് അവരെ തോൽപ്പിക്കാൻ കഴിയില്ല, ഞങ്ങൾക്ക് അവിടെ പരാജയപ്പെടുത്താൻ കഴിയില്ല. അവർ ഞങ്ങളെക്കാൾ ശക്തന്മാരാണ്, ഞങ്ങളെക്കാൾ ബലമുള്ളവരാണ്. നമ്മുടെ ഈ സൈന്യബലം കൊണ്ട് അവരെ കീഴ്പ്പെടുത്താൻ കഴിയില്ല. ഞാനിങ്ങനെ പറയട്ടെ പ്രിയരെ, സാഹചര്യങ്ങളുടെ വലിപ്പം കണ്ട് ദൈവത്തെ ചെറുതായി കാണരുത്. സാഹചര്യങ്ങളുടെ വലിപ്പം കണ്ട് നീ ദൈവത്തെ ചെറുതായി കാണരുത്. ഇന്ന് പകൽ സാഹചര്യമല്ലട വലുത്, നിന്റെ കൂടെയുള്ള ദൈവമാ വലുത്. 10 നിരനിന്ന് പറയാൻ നമുക്ക് കഴിയില്ല. ഞാനിങ്ങനെ പറയാം, ജീവിതത്തിൻ്റെ മേഖലകൾക്കകത്ത് എന്തുമായിക്കൊള്ളട്ടെ, ജീവിതത്തിൻ്റെ പ്രാക്ടിക്കൽ ലൈഫിനകത്ത് നിനക്ക് കഴിയില്ലെന്ന് പറഞ്ഞാൽ കഴിയില്ല തന്നെ. ജീവിതത്തിൽ രക്ഷപ്പെടില്ലെന്ന് നീ പറഞ്ഞാൽ രക്ഷപ്പെടില്ല എന്ന് തന്നെ. ജീവിതത്തിൽ നീ നന്മ പ്രാപിക്കില്ലെന്ന് നിന്റെ ഹൃദയത്തിനകത്ത് ഉറച്ചു കഴിഞ്ഞാൽ അതങ്ങനെ തന്നെയാണ്. മോശയോട് പറയുക, ഇവിടെ നമുക്ക് കാണാനേ പറ്റത്തുള്ളൂ, ഇവിടെയൊന്നും കയറി പാർക്കാൻ നമുക്ക് കഴിയില്ല. പക്ഷെ മറ്റു കൂടെ പോയതിൽ 2 ചിരിച്ചുകൊണ്ട് മാറി നിന്നിട്ട് പറഞ്ഞു, മോശേ, ഇതെല്ലാം ഇവർ പറയുന്ന സത്യമാ. കാലേബും യോശുവയും പറയുന്ന പദം കേട്ടു, ഇതെല്ലാം സത്യ. പക്ഷേ അവിടെ അവർ പറയുന്നൊരു പദമുണ്ട്, ദൈവം നമ്മോട് കൂടെയുണ്ടെങ്കിൽ അതാണ് ഭക്തന്റെ വിശ്വാസം. ദൈവം നമ്മോട് കൂടെയുണ്ടെങ്കിൽ ദൈവമില്ലാത്തവനെ പോലെയല്ല. ദൈവമുള്ളവന്റെ പ്രത്യേകത ദൈവമില്ലാത്തവനെ പോലെയല്ല. ദൈവമുള്ളവന്റെ പ്രത്യേകത, ദൈവം നമ്മോട് കൂടെയുണ്ടെങ്കിൽ, വചനം പറയുന്നു, ദൈവം നമ്മോട് കൂടെയുണ്ടെങ്കിൽ. വിശ്വാസത്തോടെ ദൈവത്തെ സ്തുതിക്ക്. ദൈവം നിന്റെ കൂടെയുണ്ടെങ്കിൽ ഈ പ്രതികൂലത്തിന്റെ നടുവില് ദൈവം നിനക്ക് വിജയം തരും. ദൈവം നിന്റെ കൂടെയുണ്ടെങ്കിൽ ഈ പ്രതിസന്ധിയുടെ നടുവിലും ദൈവം നിനക്ക് വിജയം തരും. ഒരു സാഹചര്യങ്ങളും ഇല്ലെങ്കിൽ എന്റെ ദൈവം നിന്നെ വിജയിപ്പിക്കുക. എല്ലാ പ്രതികൂലമാണേലും പാലും തേനും ഒഴുകുന്ന ദേശം ദൈവം നിനക്കും നിന്റെ സംഭവിക്ക് അവകാശമാക്കി തരൂ. ഏതൊക്കെ കുടുംബങ്ങളെ നോക്കി ആത്മാവ് പ്രവചിക്കുക, പാലും തേനും ഒഴുകുന്ന ദേശം നിനക്കും നിന്റെ സംഭവിക്ക് എന്റെ ദൈവം അവകാശമാക്കി തരൂ. പിടിക്കാൻ കഴിയുമെങ്കിൽ പിടിച്ചോ. പാലും തേനും ഒഴുകുന്ന ദേശം യോശുവയ്ക്ക് കൊടുത്തു, കാലേബിന് കൊടുത്തു. അപ്പോൾ യോശുവ പറയുന്നൊരു പദമുണ്ട്, ഞങ്ങൾ പുരാതന ശൂന്യങ്ങളെ പണിയും. വിശ്വാസമുണ്ടോ? ചില പട്ടണങ്ങൾ പണിയോ, ദൈവരാജ്യത്തെ പണിയോ, ദൈവസഭയെ പണിയോ, ദൈവിക കുടുംബങ്ങളെ.
വൈഡബാല ഹടകധാര വൈഡമാന ഹട്ടമാന. ഈ പകലാത്മാവിൽ ദൈവത്തെ സ്തുതിക്കുന്നവരോട് ആത്മാവിൽ ഒരു ദൂത് കൈമാറ. ഇമ്മിന്റെ ജീവിതമല്ല കുഞ്ഞേ. നീ കൂടാരം മാറ്റി 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 അടിച്ച വ്യക്തിയായിരിക്കുക. കൂടാരം അടിച്ച വ്യക്തിയായിരിക്കുക. ഒരു ദേശത്തുനിന്ന് മറ്റൊരു ദേശം, ഒരു ദേശത്തുനിന്ന് മറ്റൊരു ദേശം എൻ്റെ ദൈവാത്മാവ് പ്രവചിക്കുക. ഞാൻ നിന്റെ കുടുംബത്തെ ഉറപ്പിക്കാൻ പോകുക. ഞാൻ നിനക്ക് പട്ടണം പണിയാൻ പോകുക. ഞാൻ നിന്നെ ഉറപ്പിക്കാൻ പോകുക. ഞാൻ നിന്റെ തലമുറയെ ഉറപ്പിക്കാൻ പോകുക. ഞാൻ നിന്റെ തലമുറയുടെ ഭാവിയെ ഉറപ്പിക്കാൻ പോകുക. ഞാൻ നിന്റെ തലമുറയ്ക്ക് വേണ്ടി വഴികൾ തുറക്കാൻ പോകുക. ഞാൻ നിന്റെ സഭയ്ക്ക് വേണ്ടി വിശാലത വെളിപ്പെടുത്താൻ പോകുക. ഞാൻ നിനക്ക് വേണ്ടി എൻ്റെ ദൈവം ഒരുക്കിയ ആമേ പട്ടണത്തിലേക്ക് ഞാൻ നിന്നെ കൊണ്ടു. എന്നോട് ദൈവാത്മാവ് പറയുന്നു, ചില മല്ലന്മാരെ ഈ പകൽ ദൈവം വെട്ടിവീഴ്ത്തു. മല്ലന്മാരെ ദൈവം ചിലവിനെ വെട്ടിവീഴ്ത്തു. ചിലവിനെ വെട്ടിവീഴ്ത്തു. ചിലവിനെ റീമാനമലഘടക വെട്ടിവീഴ്ത്തു വെട്ടിവീഴ്ത്തു വെട്ടിവീഴ്ത്തു. ചിലവിനെ ദൈവം വെട്ടിവീഴ്ത്തു. ഞാൻ നിനക്കും നിന്റെ തലമുറയ്ക്കു ചില ദേശങ്ങളെ അവകാശമാക്കി തരൂ. ചില പട്ടണങ്ങളെ പാർപ്പാൻ തക്കവണ്ണമുള്ള പട്ടണത്തിലേക്ക് ഞാൻ നിന്നെ കൊണ്ടുപോകാൻ പോകുക. ഞാൻ നിന്നെ കൊണ്ടുപോകാൻ പറയുക. ആരോ പറഞ്ഞ അസാധ്യമെന്ന്, ആരോ പറഞ്ഞ മടക്കില്ലമ്മ, ആരോ പറഞ്ഞ മെനക്കൊരു വഴിയില്ലമ്മ, ആരോ പറഞ്ഞ മെനക്കൊരു വാതിലില്ലമ്മ. ഇപ്പകൾ ദൈവാത്മാവ് പ്രവചിക്കുക. എത്ര വലിയ മല്ലന്മാരുണ്ടായാലും, എത്ര വലിയ കൂട്ടാളികൾ നിനക്കെതിരെ കൂട്ടുകെട്ടുകൾ കൂടിയാലും ദൈവാത്മാവ് പ്രവചിക്കുന്നു. Oh, what a mighty presence. What a mighty presence. വിശ്വാസം പറയും മാതാവ്. വന്നിരുന്ന് ഉറങ്ങി എഴുന്നേറ്റ് പോകാതെ വിശ്വാസം പറയും പിതാവ്. ഈ പകൽ വിശ്വാസം പറയുക. നിന്റെ തലമുറയുടെ മാസം കാണുമെന്ന് പറഞ്ഞ് അബേബേസത്ത് ദൈവമിനെ അനുഗ്രഹിക്കാൻ പോകുക. പ്രിയരെ, നമ്മുടെ വായിൽ നിന്ന് പറയുന്ന ഓരോ വാക്കിനും നമ്മുടെ ജീവന്റെ വിലയുണ്ട്. ജീവന്റെ വിലയുണ്ട്. ഞാനിങ്ങനെ പറയാം, വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയാം. നമ്മുടെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കിനും നിത്യതയുടെ വിലയുണ്ട്. നിത്യതയുടെ വിലയുണ്ട്. നമ്മളറിയാതെ പറയുന്ന വാക്കുകൾ പോലും പലതും നമ്മുടെ നിത്യതയെ തടയുന്നതാണ്. പലതും നിത്യതയെ തടയുന്നതാണ്. പലതും നമ്മുടെ നന്മയെ തടയുന്നതാണ്. നമ്മുടെ അനുഗ്രഹത്തെ തടയുന്നതാണ്. അതുകൊണ്ടാണ് വചന പറയുന്നത്, ആമയെ സ്വന്തം സഹോദരനെ സഹോദരനെതിരെ ആമയെ വായി തുറക്കുന്നവൻ അല്ലെങ്കിൽ സംസാരിക്കുന്നവർ ആമെ നിത്യ നരകത്തിന് യോഗ്യനെന്നാ പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നൊരു വാക്കിന് നിത്യതയോളം വിലയുണ്ട്. നിത്യതയോളം വിലയുണ്ട്. നമ്മുടെ ജീവിതവുമായി കണക്റ്റഡ് ആണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ പ്രതിസന്ധിയുടെ നടുവിൽ വിശ്വാസം പറയുക. 10 പേർ പറഞ്ഞു നടക്കില്ല, നടക്കില്ല. ഈ ബുദ്ധി കൊണ്ട് നോക്കിയാലും, ശക്തി കൊണ്ട് നോക്കിയാലും, കയ്യിലെ നന്മ കൊണ്ട് നോക്കിയാലും നടക്കില്ല. പക്ഷെ കാലേബും യോശുവയും പറഞ്ഞു, ദൈവം നമ്മുടെ കൂടെയുണ്ടെങ്കിൽ, ദൈവം നമ്മുടെ കൂടെയുണ്ടെങ്കിൽ. ഞാനൊരു മർമ്മം പറയട്ടെ പ്രിയരെ, ഈ ദൈവം കൂടെയുണ്ടെന്ന് വിശ്വാസം പറഞ്ഞവർ മാത്രമേ വാഗ്ദത്തം കണ്ടുള്ളൂ. വാഗ്ദത്തം കണ്ടുള്ളൂ. യോശുവയും കാലേബും അവൻ്റെ കുടുംബവും മാത്രമേ കനാനിൽ കാലെടുത്തുള്ളൂ, വച്ചുള്ളൂ. ഹലോ, 18 വയസ്സിന് മുകളിലുള്ളതിൽ രണ്ട് കുടുംബം മാത്രമേ വാഗ്ദത്തം കണ്ടുള്ളൂ. എന്തുകൊണ്ട്? പ്രതികൂലത്തിൻ്റെ നടുവിൽ വിശ്വാസം പറഞ്ഞു. വിശ്വാസം പറഞ്ഞു. വിശ്വാസം പറഞ്ഞു. ആ വിശ്വാസം ദൈവം ശരിവച്ചു. ആ വിശ്വാസത്തെ ദൈവം ശരിവച്ചു. അബ്രഹാമിനോട് പറഞ്ഞ അതിര് യോശുവയ്ക്ക് അളന്ന് തിരിച്ചു കൊടുത്തു.
ഞാനിങ്ങനെ പറയാം, പിതാക്കന്മാരോട് പറഞ്ഞ വാഗ്ദത്തം, പിതാക്കന്മാരോട് പറഞ്ഞ വാഗ്ദത്തം, നന്മകൾ എൻ്റെ ദൈവം അളന്നു തിരിക്കും. കൃത്യമായി ഉൽപ്പത്തി പുസ്തകത്തിൽ അബ്രഹാമിനോട് പറഞ്ഞ അബിര് യോശുവയുടെ പുസ്തകത്തിൽ യോശുവ അളന്നിരിക്കുകയാ. ഇന്ന് പകൽ ആത്മാവിൽ ഒരു ദൂത് ഞാൻ കൈമാറ്. ദൈവം നിന്റെ പിതാക്കന്മാരോട് പറഞ്ഞത് ദൈവം ഈ തലമുറയിൽ നിനക്ക് കൈമാറും സീസണുകളെ. ഹല്ലേലൂയ. എൻ്റെ മുമ്പിൽ ഒത്തിരി പ്രസംഗമുണ്ട്. പുതിയ നിയമത്തിൽ നിന്ന് എടുത്ത് പ്രസംഗിക്കണം. പഴയ നിയമത്തിൻ്റെ അകത്ത് 2 വ്യക്തികളും കൂടെയാണ് എനിക്ക് പറയാം. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഒറ്റ കാര്യം മാത്രം, വിശ്വാസം പ്രഖ്യാപിക്കുക. ആ വിശ്വാസത്തിൻ്റെ മുൻപിൽ ശത്രുക്കളോടും, ആ വിശ്വാസത്തിൻ്റെ മുൻപിൽ പ്രതികൂലങ്ങളോടും, ആ വിശ്വാസത്തിൻ്റെ മുൻപിൽ ശത്രുക്കൾ തകർന്നു മാറും. സാഹചര്യം എല്ലാം എതിരായിരിക്കാം, എങ്കിലും പറയണം, എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്, എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. ഈ പ്രതികൂലം എന്നെ തകർക്കില്ല, ഞാൻ ജയിക്കും. എൻ്റെ തലമുറ നശിക്കില്ല, എൻ്റെ കുടുംബം തകരില്ല. ദൈവത്തിൻ്റെ കരുതലുണ്ട്, ദൈവത്തിൻ്റെ ഫേവറുണ്ട്, ദൈവത്തിൻ്റെ നന്മയുണ്ട്. ഒരു നിമിഷം ദിവസം എഴുന്നേറ്റ് നിൽക്കാം. എല്ലാ കണ്ണും ദൈവസല്ലടായിട്ട്, എല്ലാ കണ്ണും ദൈവസല്ലടായിട്ട്. നമ്മളെ ദൈവത്തെ സ്തുതിക്കാൻ പോവാ, നമ്മളെ ദൈവത്തെ ആരാധിക്കാൻ പോവാ. അതിനു മുമ്പ് നിറകണ്ണുകളോടെ ദൈവസന്നിധി ഒന്ന് പ്രാർത്ഥിക്കുക. ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കുക, ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കുക. വിശ്വാസം പറഞ്ഞൊന്ന് പ്രാർത്ഥിക്കുക. നിന്റെ വിഷയം എന്തെന്ന് എനിക്കറിയില്ല, നിന്റെ പ്രതികൂലം എന്തെന്ന് എനിക്കറിയില്ല. അറിയുന്നൊരു ദൈവമുണ്ട്, അറിയുന്നൊരു കർത്താവുണ്ട്. ഒന്ന് പ്രാർത്ഥിച്ചേ. ഓ ശാബാലാഖോ, ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിച്ചേ. ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചേ. എല്ലാം പ്രതികൂലമാകുമ്പോൾ അവൻ്റെ നടുവിൽ ഞാൻ വിശ്വാസം പറയും. ഈ നിമിഷം ദൈവത്തിന്റെ വിടുതലുകൾ, ഈ നിമിഷം ദൈവത്തിന്റെ ഫേവറുകൾ ചെല്ലും. ഒന്ന് പ്രാർത്ഥിച്ച്. കൂരിരുൾ മൂടും വേളാകളിൽ കർത്താവിൻ പാദം ചേർന്നിടും ഞാൻ. കൂരിരുൾ മൂടും വേളാകളിൽ കർത്താവിൻ പാദം ചേർന്നിടും ഞാൻ. കാലേരും പാടിയ പാടുള്ള പാടിയ കരുണ നിറഞ്ഞ കാക്കുമെന്നെ കാലേരും പാടിയാൽ പാടുള്ള പാടി കരുണ നിറഞ്ഞ കാക്കുമെന്നെ ആശ്രയ യേശുവിലെന്നതിനാൽ ഭാഗ്യവാൻ ആശ്വാസമെന്നിൽ താൻ തന്നതിനാൽ ഭാഗ്യവാൻ ഇത്ര സൗഭാഗ്യം ഇക്ഷീതിൽ ഇല്ല മറ്റേങ്ങുമില്ല.
നിശ്ചയമായി ഇത്ര സൗഭാഗ്യം ഈ ക്ഷീതിയിൽ ഇല്ല മാറ്റേ നിശ്ചയമായി തീരാത്ത സന്തോഷം ക്രിസ്തുവിലുണ്ടെന്ന് തോരാത്ത കണ്ണീരേ മണ്ണിലുള്ളോ തീരാത്ത സന്തോഷം ക്രിസ്തുവിലുണ്ട് തോരാത്ത കണ്ണീരേ മണ്ണിലുള്ളോ ആശ്രയം യേശുവിലെന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ ആശ്വാസമെന്ന് താൻ തന്നതിനാൽ ഭാഗ്യവാൻ. എന്നോട് ദൈവാത്മാവ് ഇങ്ങനെ ഒരു ദൂത് ദൈവാത്മാവ് കൈമാറും. ഇന്നേക്ക് 3 വർഷങ്ങൾക്ക് മുമ്പ് നിന്റെ കൂടാരത്തിൽ വെളിപ്പെടേണ്ട ചില നന്മകൾ, ചില അനുഗ്രഹങ്ങൾ, ദൈവം ഒരുക്കിയിരുന്ന നന്മകൾ, വിടുതലുകൾ എവിടെയൊക്കെ ബ്ലോക്കായി. പക്ഷെ എന്നോട് ദൈവാത്മാവ് കൃത്യമായൊരു ദൂത് ഞാൻ ദൈവാത്മാവ് കൈമാറുന്നു. 2026 ആരംഭ മാസങ്ങളിൽ ഞാൻ ചിലത് അളന്ന് ഞാൻ നിനക്ക് മാറ്റിത്തരും. എൻ്റെ ദൈവം ഞാൻ നിന്നെ അളന്ന് ദൈവം അനുഗ്രഹിക്കാൻ പോവാ. ദൈവം സന്നിധിയിൽ നീ വിശ്വസ്തയോടെ നിന്നതിന് ഒത്തവണ്ണം എൻ്റെ ദൈവത്തിൻ്റെ അളവുകോൽ ഈ പകൽക്കാലം നിനക്ക് വേണ്ടി ചലിക്കുന്നു എന്ന ആത്മാവ് വ്യക്തമായി ദൂത് കൈമാറുന്നു. നീ ഇതുവരെ ചിന്തിക്കാൻ കഴിയാത്ത രീതിയിൽ കൂട്ടമായ അത്ഭുതങ്ങൾ നിന്റെ വീടിന്റെ മുൻപിൽ, കൂടാരത്തിന്റെ മുൻപിൽ നിരന്നു നിൽക്കുന്നത് പോലെ എന്റെ ദൈവം തുടർച്ചയോ എഴുതിയിട്ടോ സമയമായി ചിലവിന് സമയമായി, ചില ദൈവ പ്രവർത്തിക്ക് സമയമായി, ചില ദൈവ പ്രവർത്തിക്ക് സമയമായി. എന്നോട് ദൈവാത്മാവ് പറയുന്നു, ചിന്തിക്കാൻ കഴിയാത്ത രീതിയിൽ ദൈവിക ദൂതന്മാർ നിനക്ക് വേണ്ടി അളന്നു തുടങ്ങിയെന്ന്. അത് കേവലം വസ്തുവല്ല, അതിലുപരിയായി കൂട്ടമായ ചില വിടുതലുകൾ സ്വർഗീയ ഭണ്ഡാരത്തുനിന്ന് എൻ്റെ ദൈവം അളന്ന് നിനക്കും നിന്റെ തലമുറയും ഉറപ്പിക്കുന്ന ദൈവത്തിൻ്റെ സീസണുകളെ എന്നോട് ദൈവാത്മാവ് പറയുന്നു. ചില എതിർ പ്രാർത്ഥനയുടെ കെട്ടുകൾ ഈ പകൽ ദൈവാത്മാവ് ബന്ധിക്കുക. ചിലതിന്റെ നാവുകളെ ദൈവാത്മാവ് ബന്ധിക്കുക. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ആത്മാവിൽ അവനെ ചെയ്യുക. എന്നോട് ദൈവാത്മാവ് പറയുന്നു, ഇത് ദൈവത്തിൻ്റെ നീതിയെന്ന് ദേശവും സഭയും അറിയേണ്ടതിന് ഇതിനകത്ത് നിൽക്കുന്ന 2 കുടുംബങ്ങൾക്കകത്ത് ആ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോകുന്നു. ദൈവത്തിൻ്റെ നീതിയുടെ കരം വെളിപ്പെടാൻ പോകുന്നു. എന്നോട് ദൈവാത്മാവ് പറയുന്നു, 2026 രാംശാരകൾക്ക് ഇതിനകത്ത് ഇപ്പോഴുള്ള തലമുറകളല്ല, ദേശത്തുനിന്ന് വിവിധ തലമുറകൾ
ദൈവവേലയ്ക്ക് സമർപ്പണവുമായി വന്ന് മുട്ടുകുത്തുന്ന ഒരു സീസണുകളെ ദൈവാത്മാവ് തുറക്കുകയാ. ചില പിന്മാറ്റക്കാരെ ഞാൻ മടക്കിക്കൊണ്ടുവരും. ഞാൻ കുടുംബങ്ങളെ ഞാൻ വേർതിരിക്കുക. ദൈവവേലയ്ക്ക് വേണ്ടി സഭ പ്രാർത്ഥിച്ചു പുറത്തിറക്കുന്ന ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കുക. ദൈവിക ചലനങ്ങൾ എന്നോട് ദൈവാത്മാവ് പറയുന്നു, ഒരിക്കലും ആ ദേശത്തുനിന്ന് ദൈവജനം വിശ്വാസത്തിലേക്ക് വരില്ല. ഒരിക്കലും അതിനകത്തുള്ള ദൈവജനം ഒരിക്കലും ദൈവത്തിലേക്ക് അടുത്തു വരില്ലെന്ന് വെല്ലുവിളിച്ചു നിൽക്കുന്ന ചില ടെറിറ്ററികളെ എന്നോട് ദൈവാത്മാവ് പറയുന്നു. ചില പൈശാചിക മണ്ഡലങ്ങളിട്ട ടെറിറ്ററികളെ ആത്മാവ് ഈ പകൽക്കാലം പൊളിച്ചു മാറ്റി. ഈ പകൽ പൊളിച്ചു മാറ്റി ചിലതിനെ അടർത്തിയെടുത്ത് ചിലതിനെ അടർത്തിയെടുത്ത് ഒരിക്കലും അതിനകത്ത് ദൈവിക സുവിശേഷം കടന്നു കയറില്ലെന്ന് വെല്ലുവിളിക്കുന്ന ചില ടെറിറ്ററികളെ പൊളിച്ച് ദൈവം ചിലവിനെ അടർത്തിയെടുത്ത് Yes! പ്രാർത്ഥിക്കും. പിന്മാറ്റത്തിൽ നിൽക്കുന്ന തലമുറകളുള്ളവർ പ്രാർത്ഥിച്ചോ. ഈ പകൽ ദൈവാത്മാവ് ചിലവിനെ വെട്ടിവിടുകയാ. ചിലവിന്റെ സ്വാധീനങ്ങളെ വെട്ടിവിടുകയാ. ചിലവിനകത്ത് ദൈവത്തിന്റെ ചലനങ്ങൾ ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഒന്ന് ഉയർത്തിയാട്ടെ. അവിശ്വാസം എന്ന് പറഞ്ഞാട്ടെ. കർത്താവേ, അങ്ങ് പറഞ്ഞത് ഞങ്ങൾ അതുപോലെ വിശ്വസിക്കുക. ഞങ്ങൾക്കെല്ലാം പ്രതികൂലമാണ്, പക്ഷെ അങ്ങ് ഞങ്ങൾക്ക് അനുകൂലമാണ് ഒന്ന് പറഞ്ഞാട്ടെ. സ്വർഗീയമല്ല കർത്താവേ, ഈ കരം ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ജനത്തെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ബ്ലസ് ചെയ്യുകയാണ്. ദൈവിക നന്മയാൽ നിറയുക. ഞങ്ങൾ വിശ്വാസം പ്രഖ്യാപിക്കുന്നത് ഫലമല്ലാതെ മടങ്ങി വരും. സ്വർഗം അങ്ങനെ ചെയ്യും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദിവസം ഇതിലൊന്നിരിക്കാമോ? കൊണ്ടുവന്ന നന്മ